ഇനി ഞാനൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അതും ഈ നൈഹ ബിരിയാണി മാജിക് മസാല വെച്ചിട്ട്. ഈ ഒരു മാജിക് മസാലൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വരെ പെട്ടെന്ന് വെറും 20 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. അതായത് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ആ പരിപാടികളൊന്നും വേണ്ട, എല്ലാം ഈ ഒരു മസാലൻ്റെ അകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ലെഗോൺ ചിക്കൻ വെച്ചിട്ടാണ്. പക്ഷേ നിങ്ങൾ ബ്രോയിലർ ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 15-20 മിനിറ്റിനകത്ത് നമുക്ക് ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ലെഗോൺ ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാറുണ്ട്. അതിനായിട്ട് ലെഗോൺ ചിക്കന് ഒരു 2 ചിക്കൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഗരം മസാലപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഒരു 5-6 വിസിൽ അല്ലെങ്കിൽ അത്യാവശ്യം വേവുന്ന വരെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ ഈ പരിപാടി ഒന്നും ചെയ്യേണ്ട, നേരെ നമ്മൾ മസാലയോട്ട് ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ആ സ്റ്റെപ്പ് പറഞ്ഞുതരാം. ഇനി ഞാനിവിടെ അരി വേവിക്കാൻ വെക്കുന്നുണ്ട്. ഒരുപാട് വെള്ളത്തിൽ അരി വേവിച്ചെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണമെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ദമ്മിടാം. അപ്പോൾ ചോറ് അവിടെ റെഡിയാവുന്നുണ്ട്. ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് നമ്മൾ നൈഹ മാജിക് മസാല ബിരിയാണി മസാല എടുത്തിട്ട് ഇങ്ങനെ, ഇത് ഒരു പാക്ക് എന്ന് പറയുന്നത് നമുക്ക് 1 കിലോ ചിക്കൻ 1 കിലോ റൈസും വെച്ചിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിയിലോട്ടുള്ള കേട്ടോ. അപ്പോൾ 1 കിലോ ചിക്കനിലോട്ടാണ് ഈ ഒരു പാക്ക് വേണ്ടത് കേട്ടോ. അതിലോട്ട് ആവശ്യത്തിന് വെള്ളവും തൈരും, ഈ വെള്ളത്തിൻ്റെ അളവും തൈരിൻ്റെ അളവും ഒക്കെ ആ പാക്കിൽ കൊടുത്തിട്ടുണ്ട്, എത്ര എടുക്കണം എന്നുള്ളത്. ഒരു പാക്കിലോട്ട് ഇത്ര അളവിന് വേണം എന്നുള്ളത് അതിൽ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇനി ഇതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിത് വേവിച്ച് വെച്ചുള്ള ചിക്കനാണ്. കാരണം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലെഗോൺ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാ ചിക്കൻ വെച്ചിട്ടാണെങ്കിൽ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കുക, എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ചിക്കൻ വേവുന്നവരെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. വേറെ പരിപാടിയൊന്നുമില്ല. എന്നിട്ട് ചോറ് തിളപ്പിച്ച് ഊറ്റിയെടുക്കൂലേ, അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാൻ പിന്നെ എൻ്റെ രീതിയിൽ കുറച്ചൊന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം സൺഫ്ലവർ ഓയിൽ ഒരുപാട് ചേർത്തില്ല. പിന്നെ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യും ഇതൊക്കെ ബാക്കിയൊക്കെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. മസാലയൊക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. 2 ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോ ലെയറിൻ്റെ മുകളിലും ഞാൻ കുറച്ച് നെയ്യും മല്ലിയില പുതിനയിലയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി, ബിരിയാണി മസാലപ്പൊടി വേണമെങ്കിൽ ഈ ഓരോ ലെയറിൻ്റെ മേലും ചേർത്ത് കൊടുത്തിട്ട് ദമ്മിട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഉള്ളി വറുത്തിട്ട് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിനൊന്നും ആവശ്യമില്ല. കാരണം ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാജിക് മസാലയാണ് നൈഹ ബിരിയാണി മാജിക് മസാല കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി അവിടെ ദമ്മിട്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ ദമ്മിട്ടാൽ മതി. എന്നിട്ട് പിന്നെ സെർവ് ചെയ്യാം. ഞാൻ പിന്നെ ബിരിയാണിയിലോട്ടുള്ള സൈഡ് ഡിഷുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇത് നെല്ലിക്ക ഉണ്ടല്ലോ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നെല്ലിക്ക, മുളക് പൊടി, ഉപ്പ്, വിനാഗിരി, വെളിച്ചെണ്ണ എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താണ് കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു അച്ചാറാക്കാൻ വേണ്ടിയിട്ട്. തൈര്, ഉള്ളി സുർക്ക അതൊക്കെ റെഡിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണീൻ്റെ മണം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ ദമ്മൊക്കെ പൊട്ടിക്കുന്ന പോലെ തന്നെ സാധാ ചെയ്തെടുക്കുക. പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റൈസ് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ മസാല മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാജിക് മസാലയാണ് നൈഹ ബിരിയാണി മാജിക് മസാല. ഇത് കേടാവില്ല കേട്ടോ, എത്ര വേണമെങ്കിലും എടുത്തു വെക്കാം. പിന്നെ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊരു ഇൻകം ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് റീസെല്ലിംഗ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടി ഉണ്ട് കേട്ടോ. ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവരുടെ നിന്ന് ഹോൾസെയിൽ പ്രൈസിന് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാം. ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം. അല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ബിരിയാണി മസാല വേണ്ടവർക്കും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇൻകം ആക്കി എടുക്കുന്നവർക്ക് ഇത് ഇവരുടെ നിന്ന് ഹോൾസെയിൽ പ്രൈസിൽ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് റീസെല്ലിംഗ് ഓപ്ഷനും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൈ കാർട്ടിൽ നിന്നാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നമ്പർ കൊടുക്കാം, ആവശ്യമുള്ളവർ